ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബ്രൈഡ് ആമിനയുടെ വീഡിയോ ആണ് കേട്ടോ. ഈ വർക്ക് വന്നിട്ട് ഏപ്രിൽ 28 വർക്കായിരുന്നു. നമ്മൾ എഡിറ്റൊക്കെ ചെയ്തു വരാൻ ലേറ്റായി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഫുൾ വീഡിയോ ഇടുമോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് ആമിന. നമ്മൾ ഫസ്റ്റ് തന്നെ ആൾക്ക് ലെൻസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലെൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒലെൻസിൻ്റെ ലെൻസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം കുറച്ച് ഡീറ്റെയിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഡീറ്റെയിലായിട്ട് ഒന്ന് ആഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഫേസിൽ കുറച്ച് ഫേഷ്യൽ ഹെയർസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് റേസർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആണ് ഈ റേസർ വെച്ചിട്ട് ഫേസ് റേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസൊക്കെ റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്കിൻ്റെ പ്ലസ് പ്രൈമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആളുടെ സ്കിന്ന് വന്നിട്ട് നോർമൽ സ്കിന്നായിരുന്നു, നോർമൽ സ്കിൻ ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത്. വന്നിട്ട് മേക്സ് മിയാൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അതൊന്ന് കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഐ മേക്കപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാവർക്കും അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഐ ഒക്കെ വന്നിട്ട് കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയുള്ള നമ്മുടെ സെറ്റഫിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ആൾ ത്രെഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ കുറച്ച് ടൈം നമുക്ക് എടുത്തു. നമ്മളെപ്പോഴും ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തത് എടുക്കാൻ പറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൺസീലർ വെച്ചിട്ട് ഹെയർ കൺസീൽ ചെയ്താലും നമ്മുടെ അടുത്തേക്ക് വരുമ്പം കാണാൻ പറ്റും നമ്മളത് കൺസീൽ ചെയ്തേക്കാണെന്നുള്ളത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഐബ്രോ ചെയ്യാണ്. ഐബ്രോ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ഐബ്രോയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് കണ്ണിൻ്റെ ആ ഒരു പിരികം ആ ഒരു ഷേപ്പിലൊന്ന് കൺസീലർ യൂസ് ചെയ്ത് കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് PSൻ്റെ ക്രീം കൺസീലറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പാലറ്റാണ്. പാലറ്റിൽ വന്നിട്ട് 32 ഷെയ്ഡ്സ് സംതിങ് ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാലറ്റാണത്. PSൻ്റെ പാലറ്റാണ് കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ കൺസീലർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതും വന്നിട്ട് ക്രീം കൺസീലറാണ്. കൺസീലർ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിനെ ബേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹുദേൻ്റെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഷെയ്ഡ് വന്നിട്ട് ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു നോർമൽ മീഡിയം സ്കിൻ ടോണിന് സ്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐസ് വന്നിട്ട് ഹുദേൻ്റെ ന്യൂഡ് പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സ് വന്നിട്ടൊരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണല്ലോ, അതുകൊണ്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഐസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആളുടെ ഓർണമെൻറ്റ്സ് വന്നിട്ട് ഒരു പിങ്ക് പോലത്തെ ഒരു കളറും കൂടെ കൂടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പിങ്ക് കളർ കൊടുത്തത്. പിന്നെ നമ്മളിത് കണ്ണൊന്ന് കൺസീൽ ചെയ്തിട്ട് ക്രീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്താന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്രീസ് ഒന്ന് കട്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് ഈ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുന്നത്, പിഗ്മെൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് പിഗ്മെൻറ്റ്സ് ഒന്നും കൂടെ നന്നായിട്ട് വിസിബിൾ ആകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീസ് കട്ട് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഹാഫ് കട്ട് ക്രീസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു കാജൽ വെച്ചിട്ട്, ഇത് കളർ ബാറിൻ്റെ കാജലാണ്, ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാജലിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിനൊരു സ്മഡ്ജറും കൂടെ ഉണ്ട്. ആ സ്മഡ്ജർ യൂസ് ചെയ്തിട്ടാണ് സ്മഡ്ജ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഐലാഷ് വെച്ച് കൊടുക്കുകയാണ്. ഐലാഷ് വന്നിട്ട് യൂറോ പാരിസിൻ്റെ ഐലാഷാണ്. ഇത് വന്നിട്ട് 51 ആണ്. 54 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നാച്ചുറൽ ഫീൽ ആയിരിക്കും. ഇതൊരു ഇത്തിരി കൂടെ കൂടുതലുണ്ട്, അത് 51 ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ ഒരു
ആ ഒരു ഗ്ലൂ ഒന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെൽ ലൈനർ യൂസ് ചെയ്തിട്ട്, ഇംഗ്ലോട്ടിൻ്റെ ജെൽ ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ ഉൾഭാഗത്തൊന്ന് കണ്ണൊന്നും കൂടെ നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ പ്രൈമറാണ്. പ്രൈമർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹുദേൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇതിൽ ഞാൻ പ്രൈമറൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജാൻവി മേക്ക് ഓവറിൻ്റെ. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രൈമേഴ്സ് കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതിപ്പോൾ നമ്മൾ അതിനൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു കേട്ടോ. ആ ക്ലാസ്സൊക്കെ വന്നിട്ട് ഭയങ്കര വർത്തായിരുന്നു. നമ്മൾ അതിൽ നിന്ന് കുറേ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണുക, അതിൽ നമ്മൾ ആ ഒരു ടെക്നിക്കിലൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പം കിട്ടുന്ന വർക്ക്സൊക്കെ നമ്മൾ അങ്ങനെ ആട്ടോ ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കൺസീലറാണ്. കൺസീലർ വന്നിട്ട് PACൻ്റെ ഒരു കൺസീലറാണ്. ക്രീം കൺസീലർ അല്ല, ഇത് വന്നിട്ട് ലിക്വിഡ് കൺസീലറാണ്. കൺസീലർ യൂസ് ചെയ്തിട്ട് ചെറിയ സ്പോട്ടുകളൊക്കെ ഉള്ളിടത്ത്, ബ്ലാക്ക് ആയിട്ടുള്ളിടത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടാണ്. ഫൗണ്ടേഷൻ ഹുദേൻ്റെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഹുദയും നാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ ഫൗണ്ടേഷനും ഒരു 3 ഷെയ്ഡ്സ് നമ്മൾ വാങ്ങി വയ്ക്കുക, ലൈറ്റ്, മീഡിയം, ഡാർക്ക്. എന്നിട്ട് നമ്മളതിനെ മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കാറ്. അപ്പം ഇത് നമ്മളൊരു 3 ഷെയ്ഡ്സ് മിക്സ് ചെയ്തുകൊണ്ടാണ് ആളുടെ ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കണ്ണിൻ്റെ താഴെ കൺസീൽ ചെയ്യുന്നത് നമ്മുടെ ടാർട്ടിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടാൻ സാൻഡ് ആണെന്നാണ് തോന്നുന്നത്. ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ്. ഈ പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ K2Pൻ്റെ പൗഡറാണ്. K2Pൻ്റെ പ്രോഡക്റ്റ്സ് വന്നിട്ട് സ്വെറ്റ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ K2Pൻ്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് വിസിബിൾ ആകും. അതിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ബ്ലഷ് ഞാൻ ക്രീം ബ്ലഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആളുടെ സ്കിൻ വന്നിട്ട് ഒരു നോർമൽ ടൈപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ക്രീം ബ്ലഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലഷ് നമ്മുടെ PACൻ്റെ ബ്ലഷാണ്. 02 ആണ് ഷെയ്ഡ് വരിക. പിന്നെ ഹൂല യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ബ്രൗൺസ് ചെയ്തെടുത്തിട്ടുണ്ട് മൂക്കിൻ്റെ ആ ഒരു ഏരിയയിൽ. പിന്നെ നമ്മൾ ഒരുപാട് കോണ്ടോറിങ് ഒന്നും ചെയ്യാറില്ല. നമ്മൾ കോണ്ടോറൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറി, ബ്രൈഡിനെ കാണുമ്പോൾ ഷേപ്പ് മാറിപ്പോവാന്നൊക്കെ പറയില്ലേ, അത് ഈ കോണ്ടോറിങ് ഒക്കെ ഓവറായിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് കോണ്ടോർ ചെയ്യാറില്ല, ബ്രൈഡ് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു, ലിപ്പ് ലൈനർ. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 3-4 ഷെയ്ഡ് കൂടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ഏതൊക്കെയാണ് ഷെയ്ഡെന്ന് നമ്മളൊന്നും ഓർക്കണില്ല. പിന്നെ കണ്ണിൻ്റെ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മസ്കാര മെബലൈൻ്റെ മസ്കാരയാണ്. പിന്നെ കണ്ണിൻ്റെ താഴെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തത് നമ്മൾ യൂസ് ചെയ്ത ന്യൂഡ് പാലറ്റില്ല, പാലറ്റിൽ നിന്ന് തന്നെ നമ്മൾ മുകളിൽ യൂസ് ചെയ്ത ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. PACൻ്റെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റാണ് PACൻ്റെ ഹൈലൈറ്റർ. PACൻ്റെ ഹൈലൈറ്ററിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടുള്ളത് അനീസൻസാരിയുടെ ഷോപ്പിൽ നിന്നാണ്. ഓൺലൈനിൽ എനിക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്നാണ് പർച്ചേസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് ചോദിക്കുന്നുണ്ട് കുറേ പേര്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് സിൽക്കല്ല, റോ സിൽക്ക്, RAW, റോ സിൽക്കാണ് ഷെയ്ഡ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നമ്മൾ ഹിജാബ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം ഞാൻ ഹിജാബ് കെട്ടുമ്പോൾ ആദ്യം ഒരു ടർബൻ കെട്ടിയിട്ട് ആണ് ഹിജാബ് കെട്ടാറുള്ളത് കേട്ടോ. എന്നെങ്കിൽ അത് ഹിജാബ് നന്നായിട്ട് നിൽക്കത്തുള്ളൂ. നമ്മുടെ ഹെയറിൽ വെക്കുമ്പോൾ അത് ലൂസായി വരും. അതുകൊണ്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു ക്രിങ്കിൾഡ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു ടർബൻ കെട്ടിയിട്ട് റോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഹിജാബ് റോൾ ചെയ്യുന്ന ഫുൾ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഷോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ഇട്ടാൽ നമ്മൾ മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്കും എല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ.
പിന്നെ ഞാനിത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഗുച്ചിയുടെ. അത് ഞാൻ ജസ്റ്റ് ഒരു വിരലെടുത്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാടായിട്ട് ഗുച്ചിയുടെ പ്രോഡക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം അല്ലേ. ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു, നന്നായി ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗ്ലോയി ലുക്കായിരുന്നു, ഒട്ടും കൂടുതലായിട്ടല്ല, ഭയങ്കര ഫ്ലോലെസ് ആയിട്ടായിരുന്നു ആളുടെ ഫേസിൽ മേക്കപ്പ് ഉണ്ടായിരുന്നത്. നല്ലൊരു ഗ്ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ആ ഒരു ഫേസിൽ ഗ്ലോയോ കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ട് എന്നുള്ളത്. ശരിക്കും കണ്ടു പൊളിയായിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സാരി ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല എല്ലാം കറക്റ്റ് മാച്ചായിരുന്നു. ഇപ്പം തിരിയല്ലേ, തിരിഞ്ഞ പിന്നെ ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലോ നമുക്ക് കൂടുതലായിട്ട് അറിയാം നമ്മൾ ഡേ ലൈറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രൈഡ് പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.